Welcome to SSLC English presented by Classes Academy. ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയാണ് പഠിക്കുന്നത്. പ്രശസ്ത കവിയായ വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ഒരു സുന്ദര കവിതയാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്ന് പോകാം. നോക്കുക. Humankind is always in search of happiness that is far beyond its reach. എത്തിപ്പിടിക്കുന്നതിനും അതിനപ്പുറയുള്ള സന്തോഷവും അന്വേഷിക്കുകയാണ് മനുഷ്യവർഗം എല്ലായ്പ്പോഴും എത്തിപ്പിടിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള സന്തോഷത്തെ തേടുകയാണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്? സന്തോഷത്തിന്റെ രഹസ്യം എന്താണ്? Read the poem Lines Written in Early Spring by William Wordsworth. വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ഈ മനോഹര കവിത ഒന്ന് വായിക്കുക. ആൻഡ് ഡിസ്കവർ ഹൗ ഹി അൺഫോൾഡ്സ് എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഹാപ്പിനെസ്. സൗന്ദര്യവും സന്തോഷവും ഈ ലോകത്ത് അനാവരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഈ കവിതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റൈം സ്കീം ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് റൈമിങ് വേർഡ്സും ഉണ്ട്. ഇതിനകത്ത് ഓരോ ലൈനും ആദ്യത്തെ ലൈനിന്റെ അവസാനത്തെ വേർഡും മൂന്നാമത്തെ ലൈനിലെ അവസാനത്തെ വേർഡും തമ്മിൽ റൈം ചെയ്യുന്നുണ്ട്. നോട്ട്സ്, തോട്ട്സ്. അതുപോലെ രണ്ടാമത്തെ ലൈനിലെ അവസാനത്തെ വേർഡ് റിക്ലൈൻഡും നാലാമത്തെ ലൈനിന്റെ അവസാനത്തെ വേർഡ് മൈൻഡും റൈം ചെയ്യുന്നുണ്ട്. നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്, ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ റൈം സ്കീം എന്ന് പറഞ്ഞാൽ എ ബി എന്നാണ്. ആദ്യത്തെ എ ആണെങ്കിൽ മൂന്നാമത്തെ എ ആണ്, കാരണം അത് ഒരുപോലെയാണ്. നോട്ട്സ്, തോട്ട്സ്. രണ്ടാമത്തെ ബി ആണെങ്കിൽ നാലാമത്തേതാണ് ബി. റിക്ലൈൻഡ്, മൈൻഡ് ഒരേപോലെ പോകുന്നു. ഈ കവിതയിൽ ഉടനീളം ഈ ഒരു പ്രത്യേകത കാണാൻ സാധിക്കും. ഓരോ സ്ഥലത്തും നമുക്കത് കാണാൻ സാധിക്കും. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് റൈം സ്കീം ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാം റൈം സ്കീം എന്താണ്? എ ബി. റൈമിംഗ് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നാമത്തെ ലൈനിന്റെ അവസാനത്തെ വേർഡും അതുപോലെ മൂന്നാമത്തെ ലൈനിന്റെ അവസാനത്തെ വേർഡും നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്, ഇതെല്ലാം തന്നിരിക്കുന്ന സ്റ്റാൻസുകളെല്ലാം ഈ പ്രത്യേകത കൊണ്ട് അത് മനസ്സിലാക്കി എഴുതണം. ഇനി നമുക്ക് വില്യം വേർഡ്സ്വർത്തിനെ പറ്റി ചിന്തിക്കാം. വില്യം വേർഡ്സ്വർത്ത് 1770-1850. He was born in 1770. He died in 1850. William Wordsworth was a major English romantic poet. വില്യം വേർഡ്സ്വർത്ത് പ്രമുഖനായ ഒരു ഇംഗ്ലീഷ് കാൽപ്പനിക കവിയായിരുന്നു. അതായത് ഒരു കാൽപ്പനിക കവിതാ കാലഘട്ടം ഉണ്ടായിരുന്നു. കാൽപ്പനികമായിട്ടുള്ള ഒരു സാഹിത്യ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പ്രമുഖനായ ഒരു കവിയായിരുന്നു അദ്ദേഹം. ലിറിക്കൽ ബലാഡ്സ്, എ കളക്ഷൻ ഓഫ് പോയംസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോളറിഡ്ജ് മെയ്ഡ് ഹിം മേജർ ഫിഗർ ഇൻ ദ ലിറ്റററി സർക്കിൾ. വില്യം വേർഡ്സ്വർത്തും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയുമായിരുന്ന സാമുവൽ ടൈലർ കോളറിഡ്ജും ചേർന്ന് എഴുതിയ കവിതാ സമാഹാരം ആയ ലിറിക്കൽ ബലാഡ്സ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്തെ ഒരു പ്രമുഖ വ്യക്തിയാക്കി മാറ്റി. ഹി ബിക്കെയിം പോയറ്റ് ലോറേറ്റ് ഇൻ 1843. 1843 അദ്ദേഹം ഇംഗ്ലണ്ടിലെ ആസ്ഥാന കവിയായി മാറി. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ഡാഫോഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് ദ പ്രിലൂഡ്. ഡാഫോഡിൽസ്, ലൂസി ഗ്രേ, പ്രിലൂഡ് എന്നീ പ്രശസ്ത കൃതികൾ അദ്ദേഹത്തിന്റെ വർക്കിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികൾ ഉൾപ്പെടുന്ന കൃതികളാണ് ഡാഫോഡിൽസും, ലൂസി ഗ്രേയും, പ്രിലൂഡും. In simple ordinary language, Wordsworth presents nature as an antidote to the corrupting influence of society. He is known as the poet of nature. സമൂഹത്തിന്റെ ചൂഷണ വലയത്തിന്റെ മറുമരുന്നായിട്ട് പ്രകൃതി അദ്ദേഹം മനോഹരമായി അവതരിപ്പിക്കുകയാണ്. He is known as the poet of nature. പ്രകൃതിയുടെ ഒരു പ്രകൃതി ഗായകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹി ഈസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ. പ്രകൃതി ഗായകനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. കവിത വായിക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന അതിന്റെ പോയറ്റിക് ഡിവൈസസ്, അതുപോലെ തന്നെ ഫിഗർ ഓഫ് സ്പീച്ച്, അല്ലേ, അലിട്രേഷൻ, അതുപോലെ തന്നെ കോൺസോണൻസ്, അസോണൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ചില ടെക്നിക്സ് ഉണ്ട് കവിതയിൽ ഉപയോഗിക്കുന്നുണ്ട് കവി. അതൊക്കെ വളരെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴാണ് കവിത ആസ്വാദ്യകരമായി മാറുന്നത്. അപ്പൊ അപ്രകാരം നമ്മൾ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു അപ്രീസിയേഷൻ,
അപ്പൊ കവിത അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നർത്ഥം കേട്ടോ. റൈം സ്കീമും അതുപോലെ തന്നെ ഇമേജസും ഒക്കെ എപ്പോഴും എഴുതണം. ആദ്യത്തെ ലൈൻ നോക്കാം. ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് while in a grove I say it reclined. I heard 1,000 blended notes. ആയിരക്കണക്കിന് സംഗീത ശകലങ്ങൾ ഞാൻ കേട്ടു. എപ്പോഴാ? while in grove I say it reclined. ഞാനൊരു തോട്ടത്തില് സന്തോഷത്തോടുകൂടി വിശ്രമിക്കുമ്പോൾ. സെയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു സാറ്റിസ്ഫൈ ഡിസയർ, സംതൃപ്തനായിക്കൊണ്ട്. റിക്ലൈൻ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു കിടന്ന് വിശ്രമിക്കുക. അതിനാണ് റിക്ലൈൻ എന്ന് പറയുന്നത്. ടു സിറ്റ് ഇൻ എ റിലാക്സ്ഡ് വേ, ആശ്വസിച്ച് ചാരിക്കിടന്ന് വിശ്രമിക്കുക. അതിനാണ് റിക്ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ആയിരക്കണക്കിന് സംഗീത ശകലങ്ങൾ, ഇഴുകിച്ചേർന്ന സംഗീത ശകലങ്ങൾ ഞാൻ കേട്ടു. പ്രകൃതിയിലെ സംഗീത ശകലങ്ങൾ വളരെയധികം മനോഹരമാണ്. പക്ഷികളുടെ കടനാദങ്ങളും അതുപോലെ അവരുടെ ചിലക്കലുകളും അതുപോലെ തന്നെ പ്രകൃതിയിലെ മറ്റു മനോഹര ശബ്ദങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ശബ്ദങ്ങളെല്ലാം നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതിന് അദ്ദേഹം ആയിരക്കണക്കിന് സംഗീത ശകലങ്ങളായിട്ട് വളരെ എക്സാജറേറ്റ് ചെയ്ത് ഒരു അതിശയോക്തി പോലെ പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നുണ്ട്, ഹൈപ്പർബലി. അതിശയോക്തിപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് ഹൈപ്പർബലി എന്ന് പറയും. HYPERBOLE ആണ് ഹൈപ്പർബലി എന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അതുകൂടാതെ തന്നെ ഞാൻ ഇത് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴത് ശ്രാവ്യമായ ഒന്നാണ്. അതുകൊണ്ട് അവിടെ ഒരു ഇമേജ് കൂടി ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉപയോഗിച്ചിരിക്കുന്നു. ഓഡിറ്ററി ഇമേജ്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് when pleasant thoughts bring sad thoughts to the mind. സന്തോഷപരമായ ചിന്തകളിൽ മധുരപരമായിട്ടുള്ള ആ ചിന്തകളിലൂടെ മാനസിക വികാരത്തോടുകൂടി ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്താണ് ദുഃഖചിന്തകൾ കൂടി വന്നു. ദുഃഖകരമായ ചിന്തകൾ കൂടി മനസ്സിൽ നിറയുകയാണ് അദ്ദേഹത്തിന്. എന്താണ് ഇത് കാരണം? സാഡ് തോട്ട്സ്. ഇവിടെ സന്തോഷപ്രദമായ അല്ലേ, വളരെയധികം മധുരമായിട്ടുള്ള മാനസികാവസ്ഥയും സന്തോഷപ്രദമായ ചിന്തകളും ഉള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദുഃഖചിന്തകൾ കൂടി വരികയാണ്. എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ പ്രകൃതിയോടുള്ള സമീപന രീതിയെ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. മനസ്സിലായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നുന്നത്. The poet feels sad because he thinks about man's attitude to nature. പ്രകൃതിയോടുള്ള മനോഭാവത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. അതാണ് പറയുന്നത്. മനസ്സിലായിട്ട് പറഞ്ഞത്. Yes. അടുത്തതിലേക്ക് പോവാം. To her fair works did nature link the human soul that through me ran. പ്രകൃതിയുടെ മനോഹരമായ പ്രവൃത്തികളോട് മനുഷ്യ മനസ്സിനെ അവൾ ബന്ധിപ്പിക്കുന്നു. എന്നിലൂടെയും അത് കടന്നു പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. The human soul that through me ran. എന്നിലൂടെ അത് കടന്നു പോകുന്നു. To her fair works. fair works എന്താ? Her fair works. പ്രകൃതിയെ ഒരു വുമൺ ആയിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നു. ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിന്റെ പെർസോണിഫിക്കേഷൻ എന്ന് പറയും. പേഴ്സൺ ആയിട്ട് ചിത്രീകരിക്കുന്നതിനാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടു ഹർ ഫെയർ വർക്ക്സ്. മനോഹരമായ അവരുടെ പ്രകൃതിയുടെ പ്രവൃത്തികൾ. ആ പ്രകൃതി ആ മനോഹരമായ വർക്കുകളാൽ മനുഷ്യ മനസ്സിനെ, മനുഷ്യന്റെ ആത്മാവിനെ ബന്ധിപ്പിക്കുന്നു. അത് എന്നിലൂടെ കടന്നു പോകുന്നു, അത് കവിയിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ഈ കവിത എഴുതാൻ അദ്ദേഹം ബന്ധിപ്പിക്കുന്നത്. And much it grieved my heart to think what man has made of man. അതേസമയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത്യധികം ദുഃഖമുണ്ട്. ഗ്രീവ്ഡ്. എന്താ ഗ്രീവ് എന്ന് പറഞ്ഞാൽ? ദുഃഖം തോന്നുക. To feel very sad. The poet felt very sad. എന്താ കാരണം? To think അല്ലേ about the cruelty of human beings to nature. What man has made of man. It's a striking expression. What man has made of man is a striking expression that he used. അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രൈക്കിംഗ് എക്സ്പ്രഷൻ ആണത്. എന്താണ്? ഹ്യൂമൻ ബീങ്സ് ഡിസ്ട്രോയ് ദ ഹാർമണി ഓഫ് നേച്ചർ ബൈ ദർ വേരിയസ് ഹാംഫുൾ ആക്ടിവിറ്റീസ്. മനുഷ്യൻ അവരുടെ ഹാംഫുൾ ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ പ്രകൃതി, യോജിച്ച് ജീവിക്കുന്ന പ്രകൃതിയുടെ ആ ഒരു അവസ്ഥ നശിപ്പിക്കുകയാണ്. വാട്ട് എവർ മാൻ ഡസ് ഈസ് അഗൻസ്റ്റ് ദ പ്ലാൻ ഓഫ് ദ ക്രിയേറ്റർ. സൃഷ്ടിയുടെ അല്ലെങ്കിൽ സൃഷ്ടികർത്താവിന്റെ പദ്ധതിക്കെതിരാണ് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളില്ല. ഹ്യൂമൻ ബീങ്സ് ഡിസ്ട്രോയ്ഡ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് നേച്ചർ ബൈ ദർ സെൽഫിഷ്നെസ്. സ്വാർത്ഥത മൂലം അല്ലേ മനുഷ്യൻ പ്രകൃതിയുടെ സഹവർത്തിത്വത്തെ
നശിപ്പിക്കുകയാണ്. They destroy the ecosystem for the satisfaction of their greed. അത്യാർത്തി മൂലം പലതും സംതൃപ്തിപ്പെടുത്താനുള്ള വേണ്ടിയിട്ട് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ തന്നെ അവർ നശിപ്പിക്കുന്നു. They destroy everything in nature. പ്രകൃതിയെ എല്ലാവരും നശിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനെ റീഷേപ്പ് ചെയ്യുന്നു, എല്ലാത്തിനെയും റീഷേപ്പ് ചെയ്യുന്നു. എവറിഥിങ്, they reshape everything. ഫ്യൂച്ചർ ജനറേഷൻസിൽ അവർ ഇഗ്നോർ ചെയ്യുന്നു. ഭാവി തലമുറയെ പലപ്പോഴും അവർ അവഗണിക്കുകയാണ്. അവരുടെ നല്ല ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നു. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഇസ് എ സ്ട്രൈക്കിംഗ് എക്സ്പ്രഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എം 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 എന്നുള്ള ഫസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു പോയറ്റിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്, അലിട്രേഷൻ. ടു ഹെയർ ഫെയർ എന്നുള്ള പ്രകൃതിയെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പെർസോണിഫിക്കേഷൻ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചും ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കൂ. ത്രൂ പ്രൈംറോസ് സ്റ്റെപ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബവർ ദ പെരിവിങ്കിൾ ട്രയൽ ഇറ്റ്സ് റീറ്റ്സ്. അതായത് പ്രൈംറോസ് കുലകളിലൂടെ, പച്ചയായ തണലിലൂടെ എവർഗ്രീൻ ചെടികൾ പടർന്നു കയറുന്നു. പെരിവിങ്കിൾ, അതുപോലെ പ്രൈംറോസ്, ഇതൊക്കെ പുഷ്പിക്കുന്ന ചെടികളാണ്. പ്രൈംറോസ് ടബ്സ് ആണ്, ടബ്സിന്റെ കുലകളാണ്. ഗ്രീൻ ബവർ, വള്ളിക്കുടിൽ പോലെ ഇങ്ങനെ ചെടികളൊക്കെ പടർന്ന് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു വള്ളിക്കുടിൽ. പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലത്തുകൂടെ ഇഴഞ്ഞു പോകുന്ന, പടർന്നു കയറുന്ന ഒരു ചെടിയാണ്. അതിന്റെ റീത്ത്, അത് രണ്ടും കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? ഒരു പുഷ്പചക്രം, റീത്ത് ഉണ്ടാക്കുന്നു. മനോഹരമായ ഒരു കാഴ്ചയായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. എൻ്റെ വിശ്വാസം ഇതാണ്, എല്ലാ പൂക്കളും ശ്വസിക്കുന്ന വായുവിനെ ആസ്വദിക്കുന്നു എന്നാണ്. അപ്പോൾ അതും എന്താണ്, ഈ പ്രൈമറോസ് സ്റ്റെപ്സ്, അതുപോലെ പെരിവിങ്കൽ ട്രയൽ എന്നൊക്കെ പറയുന്ന അവിടെയും ഒരു ഹ്യൂമൻ ബീങ്ങുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പെർസോണിഫിക്കേഷൻ എന്നുള്ളൊരു ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ പുഷ്പങ്ങളും അത് ശ്വസിക്കുന്ന വായുവിനെ ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് ആസ്വദിക്കുന്നു പറയുമ്പോൾ അവിടെ തൊടുന്ന, സ്പർശിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനാണ്ട് ടക്റ്റൈൽ സ്പർശിക്കുന്നതിനെ പറയുന്നത്. ടക്റ്റൈൽ ഇമേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ഫോർ ടക്റ്റൈൽ ഇമേജ് എന്ന് നമുക്ക് ഇത് എഴുതാം അല്ലേ? എവരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഇവിടെ വിച്ച് ഇമേജ് ഈസ് യൂസ്ഡ് എന്ന് ചോദിച്ചാൽ ടക്റ്റൈൽ ഇമേജ് എന്ന് ഉപയോഗിക്കും. വിഷ്വൽ ഇമേജ് ഉണ്ട്, അതുപോലെ ടക്റ്റൈൽ ഇമേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇമേജസ് ഉണ്ട്. മനസ്സിലായോ? ഇമേജസ് ഏതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ദെൻ അടുത്ത, ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. എനിക്ക് ചുറ്റുമുള്ള പക്ഷികൾ ചാടി നടക്കുകയും കളിക്കുകയും ചെയ്തു. ആ കാണുന്ന ഒരു കാഴ്ചയാണ്, മനോഹരമായ ഒരു കാഴ്ചയാണ്. അതൊരു വിഷ്വൽ ഇമേജ് ആയിട്ട് നമുക്ക് കാണാം. ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് എന്ന് പറയുന്ന ഒരു വിഷ്വൽ ഇമേജ് ആണ്. ദർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. അവരുടെ വികാര വിചാരങ്ങൾ എനിക്ക് അളക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് അവർ പോകുന്നത്. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. പക്ഷേ അവരുടെ ഏറ്റവും ചെറിയ ചലനത്തിൽ പോലും, അവരുണ്ടാക്കുന്ന ഏറ്റവും ചെറിയ ചലനത്തിൽ പോലും ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ, അല്ലേ? ആനന്ദത്തിന്റെ അലയൊലികൾ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? കാണപ്പെടുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. മനസ്സിലായ? ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. വിഷ്വൽ ഇമേജ് ഉണ്ട്, ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിഷ്വൽ ഇമേജ് ഉണ്ട്. ഇനി അടുത്ത, ദ ബഡിംഗ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദർ ഫാൻ ടു കാച്ച് ദ ബ്രീസി എയർ. ബഡിംഗ് ട്വിഗ്സ്, അതായത് ഇളം കൊമ്പുകൾ, അവയുടെ ഇലകൾ, അതുപോലുള്ള ഇലകൾ അല്ലെ വിരിച്ചുകൊണ്ട് എന്താണ്, ടു കാച്ച് ദ ബ്രീസി എയർ, മന്ദമാരുതിനെ പുൽകാൻ ശ്രമിക്കുകയാണ്. ബഡിംഗ് ടിക്സ്, ബഡിംഗ് ടിക്സ് എന്ന് പറഞ്ഞാൽ ടിക്സ് എന്ന കമ്പുകളാണ്. ബഡിംഗ് ടിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇളം കൊമ്പുകളാണ്. ഫാൻ എന്ന് പറഞ്ഞ ലീവ്സ് ആണ്, ഇലകൾ അവർ നീട്ടുകയാണ്. അപ്പൊ ഇത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ, അവർ ചരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു. അതുകൊണ്ട് പെർസോണിഫിക്കേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിരിക്കുന്നു. കാച്ച് ദ ബ്രീസിന് എംബ്രേസ് അർത്ഥം, പുൽകുക, പുണരുക, ആലിംഗനം ചെയ്യുക എന്നൊക്കെ അർത്ഥം. ബ്രീസി എയർ, ബ്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജെന്റിൽ വിൻഡാണ്, ഇളം കാറ്റാണ്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദർ വാസ് പ്ലഷർ there. അതാണ്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദർ വാസ് പ്ലഷർ there. എല്ലായിടത്തും ആനന്ദമുണ്ട് എന്ന് ചിന്തിക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. എല്ലായിടത്തും ആനന്ദമുണ്ട്, അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. അവിടെ ഈ ദയർ എന്ന വാക്ക് നോക്കുക. ഈ ദയർ എന്ന, ഇവിടെ ദയർ എന്ന വാക്കും ദയർ എന്ന രണ്ടു തരത്തിൽ ദയർ ഉണ്ട്. ടി എന്നുള്ള ആ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നു. അത് അലിട്രേഷൻ എന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. ഫസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നതാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അലിട്രേഷൻ ഉപയോഗിച്ചിരിക്കുന്നു.
മാറി മാറി ഇങ്ങനെ ലിറ്ററേച്ചർ ഉപയോഗിച്ചിരുന്നത് കാണാൻ സാധിക്കും. മനസ്സിലായോ? അടുത്ത ലാസ്റ്റ്. If this belief from the heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? What man has made of man. If this belief from heaven be sent, ഈ ചിന്ത സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടതാണെങ്കിൽ, if such be nature's holy plan, അത് പ്രകൃതിയുടെ പാവനമായ പദ്ധതിയാണെങ്കിൽ, പ്രകൃതിയുടെ പാവനമായ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രകൃതി നമുക്ക് സന്തോഷം നിറയ്ക്കുക എന്നുള്ളതാണ്. അത് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു കാര്യമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവസാനം കവി ഒരു ചോദ്യം ചോദിക്കുന്നു, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ഓർക്കുമ്പോൾ എനിക്ക് അല്ലേ ദുഃഖിക്കാനല്ലേ സാധിക്കൂ, വിലപിക്കാനല്ലേ സാധിക്കൂ, അല്ലെങ്കിൽ വിലപിക്കാനുള്ള കാരണമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അല്ലേ? മനുഷ്യൻ മനുഷ്യനോട് പ്രകൃതിയോടും മനുഷ്യനോടും ചെയ്യുന്നതിനെ പറ്റി ഓർക്കുമ്പോഴേ എനിക്ക് വിലപിക്കാൻ കാരണമില്ലേ എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരം നമുക്ക് ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ്സ് എ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ബിക്കോസ് വി നോ ദ ആൻസർ. അതിന്റെ ഉത്തരം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ആൻസർ അതിനകത്ത് അറിയാവുന്നത് കൊണ്ട് അതിനെ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. മനസ്സിലായ? ഈ കവിത വളരെ നന്നായിട്ട് ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തെ ഫിഗർ ഓഫ് സ്പീച്ചസും അതുപോലെ തന്നെ ടെക്നിക്സ്, പല ഇമേജസും, അതുപോലെ തന്നെ പല ലിറ്ററേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് കവിത ആവർത്തി വായിക്കുക, എൻജോയ് ചെയ്യുക. ഇതിനകത്ത് ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർക്കണം, നന്നായി പഠിക്കണം. പരീക്ഷയ്ക്ക് 5 മാർക്കിന്റെ ചോദ്യമാണിത് കേട്ടോ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ.